ഛത്തീസ്ഗഡിലേതടക്കം ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ പീഡനം നമ്മോട് ആവശ്യപ്പെടുന്നത് ഫാദർ ഡയട്രിക് ബോൺ ഹാഫർ മുതൽ പാസ്റ്റർ മാർട്ടിൻ നീമല്ലർ വരെയുള്ളവരുടെ ഫാഷിസ്റ്റ് വിരുദ്ധ പ്രക്ഷോഭവീറിൻ്റെ ഏത് കൊടുംതീയിലും കരിയാത്ത ക്രൈസ്തവ കാരുണ്യത്തിന് കാവൽ നിൽക്കാനാണ്. ഹിറ്റ്ലറെ പിന്തുണച്ച ബിഷപ്പ് ലുഡ്വിഗ് മുള്ളറെ പോലുള്ളവർ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ നിന്നും പുറത്തു കടക്കുന്നത് എന്ത് വില കൊടുത്തും തടയാനാണ്. കേരളത്തിൽ കേക്കും ഉത്തരേന്ത്യയിൽ കൈവിലങ്ങും എന്നുള്ളത് എങ്ങനെ ഒരുമിച്ച് പോകുമെന്ന് ആലോചിക്കേണ്ടവർ അതേക്കുറിച്ച് ആലോചിക്കാതിരുന്നാൽ അപകടങ്ങൾ ആളിപ്പടരും. ആരും കേൾക്കുകയില്ലെങ്കിൽ പോലും ഇരകളാക്കപ്പെടുന്നവർ മിനിമം ഒന്ന് നിലവിളിക്കുകയെങ്കിലും വേണം. ആരറിഞ്ഞു അതൊരു നല്ല നാളേക്ക് വേണ്ടിയുള്ള വേറിട്ടൊരു വിളിയാവില്ലെന്ന്? ആരറിഞ്ഞു ഇപ്പോൾ കേൾക്കേണ്ടവർ കേട്ടിട്ടില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഇവിടെ ഒരു നാൾ സംഭവിച്ചിരുന്നുവെന്ന് ചരിത്രബോധമുള്ളവർ നാളെയെങ്കിലും ഓർത്തെടുക്കുകയില്ല എന്ന്? അവരാദ്യം ജൂതരെ തേടി വന്നു. ഞാനൊന്നും പറഞ്ഞില്ല, കാരണം ഞാനൊരു ജൂതനല്ലായിരുന്നു. ഈ വരികൾ ഫാഷിസ്റ്റ് വിരുദ്ധ സമരത്തിൻ്റെ ജ്വലിക്കുന്ന സാന്നിധ്യമായി മാറിയ പാസ്റ്റർ മാർട്ടിൻ നീമല്ലറുടേതാണ്. എന്നാൽ ഇന്ത്യൻ അവസ്ഥയിൽ ക്രിസ്തുവിനെയും ചരിത്രത്തെയും മറന്നുള്ള ചുരുക്കം ചില ക്രിസ്ത്യൻ മതപുരോഹിതന്മാരുടെ ഫാഷിസ്റ്റ് അനുകൂല ഇളകിയാട്ടങ്ങൾ കാണുമ്പോൾ ഒരു തവണയല്ല ഒരുപാട് തവണ ഇക്കാര്യം ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കേണ്ടത് അനിവാര്യമാണ്. കേട്ടാൽ മാത്രമല്ല, ചുറ്റും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ എന്തിന് തങ്ങൾക്ക് കൊണ്ടാലും ചിലർ പഠിക്കില്ല. മതം മാറിയാൽ എന്താ എന്ന് നിവർന്നു നിന്ന് ചോദിക്കേണ്ട ജനായത്തവാദികളിൽ ചിലർ പോലും മതം മാറ്റ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ ചൂളിയിരിക്കുകയാണ്. ജീവിതത്തിലെ സമസ്ത സാമൂഹിക പരിവർത്തനത്തെയും സ്വാഗതം ചെയ്യുന്നവർ പോലും മതപരിവർത്തന സംവാദത്തിന് മുന്നിലെത്തുമ്പോൾ സ്തംഭിച്ചു പോവുകയാണ്. മതം മാറാനും മതത്തിൽ നിന്ന് മാറാനുമുള്ള പൗരാവകാശത്തെ ജാതി മേൽക്കോയ്മ ഭയപ്പെടുന്നത് മനസ്സിലാക്കാനാവും. കാരണം അവർക്ക് തിരസ്കരിക്കാനല്ലാതെ ഒന്നും സ്വീകരിക്കാനാവില്ല.